ഓക്കെ, മുറിവിനരികെ ഉറയുന്ന നീ നോവ് മറുകിൽ അറിയാതെ ഉറയുന്ന പ്രേമമാണ് നീ എന്ന് എഴുതി. എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന കവിത വരും. പക്ഷെ ഞാൻ വാഷ്റൂമിലൊക്കെ ഇരിക്കുമ്പോഴും ഒക്കെ എഴുതേണ്ടി വന്നിട്ടുണ്ട്. 1:43 എനിക്ക് സോങ് തന്നത്. അപ്പൊ 1:49 ഞാൻ നിങ്ങൾക്ക് എഴുതി തന്നു, ഇങ്ങനെ എന്നോട് ചെയ്യരുത്. അപ്പൊ അവര് പറഞ്ഞ് ആൾക്കാർക്ക് മനസ്സിലാവുന്ന പോലെ എഴുതി തരാമോ എന്ന് ചോദിച്ചു. എല്ലാരും ഇത് ചെയ്യുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല. കാരണം എന്നോട് ചിലർ പറയും ഞങ്ങൾ അങ്ങനൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വർക്കും ഇല്ല, അതുകൊണ്ട് നീ അത് ചെയ്തോ എന്ന് പറയാറുണ്ട്. സുധിപേട്ടൻ തന്നെ ചോദിച്ചിട്ടുണ്ട്, മരന്തരാഗോ എന്തിനാ അങ്ങനെ എഴുതിയെന്ന്. നീ കയങ്ങളാകിലും അല്ല വരങ്ങൾ, സോറി മറന്നുപോയി, അയ്യോ എനിക്ക് ഓർമ്മ വരുന്നില്ല. എന്തായാലും നിങ്ങളത് നോക്കിയിട്ട് കട്ട് ചെയ്തോട്ടോ. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ അതിന്റെ വരികൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും. അതിന്റെ പിന്നിൽ വാക്കുകൾക്ക് ജീവൻ കൊടുത്ത് വരികളാക്കുന്ന ഒരു ലിറിസിസ്റ്റ് ആയിരിക്കും. കുറച്ചുകൂടെ പോയിറ്റിക് ആയിട്ട് പറയുകയാണെങ്കിൽ സംഗീതത്തിന്റെ ലോകത്ത് വാക്കുകൾ കൊണ്ട് മായാജാലം കാണിക്കുന്നവരാണ് ലിറിസിസ്റ്റുകൾ. അപ്പൊ അങ്ങനെ ഒരു ലിറിസിസ്റ്റ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്, ഹരിത ഹരിബാബു. നമസ്കാരം. നമസ്കാരം. ഇൻസ്റ്റഗ്രാമിലെ ബയോയിൽ കണ്ടു റൈറ്റിംഗ് പ്രിസ്ക്രിപ്ഷൻസ് ആൻഡ് സോങ്സ് എന്ന്. അതുപോലെ തന്നെ ID എന്ന് പറയുന്നത് ഡോക്ടർ ലിറിസിസ്റ്റ് എന്നാണ്. അപ്പൊ ഡോക്ടറുമാണ് ലിറിസിസ്റ്റും ആണ്. അപ്പം ഇതിൽ ഏതാണ് ഹരിതയ്ക്ക് കൂടുതൽ താല്പര്യം? എനിക്ക് രണ്ടും ഒരുപോലെ തന്നെ താല്പര്യമുള്ള മേഖലകളാണ്. ഞാനൊന്ന് കുറച്ചുനാൾ ക്ലിനിക്കിൽ പോകാതെ ലിറിക് റൈറ്റർ മാത്രമായി ഒന്ന് ജീവിച്ചു നോക്കി. അപ്പൊ എനിക്കത് ഓക്കെ അല്ല. അപ്പൊ എനിക്ക് പേഷ്യൻസിനെ കാണാതെ നമ്മൾ ഫുൾ ടൈം റൈറ്റർ എന്നുള്ള രീതിയിലോട്ട് അങ്ങനെ ട്രൈ ചെയ്തു. പക്ഷെ എനിക്ക് പറ്റുന്നില്ല. അപ്പൊ പേഷ്യൻസിനെ കാണണം. നമ്മൾ കുറെ കാലമായിട്ട് പഠിച്ചു വന്നൊരു കോഴ്സ്, അത്രയും ഡോക്ടേഴ്സിന്റെ അണ്ടറിലൊക്കെ ഞാൻ പോയി പഠിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. അപ്പൊ എനിക്ക് അത് നിർത്തിയിട്ട് ഇതിലേക്ക് സ്വിച്ച് ചെയ്യാൻ തോന്നിയില്ല. അതുകൊണ്ട് രണ്ടും ഒരേപോലെ കൊണ്ടുവന്നു. രണ്ടും ഒരുപോലെ ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ടെടുത്ത കോഴ്സാണ്. ലാംഗ്വേജ് ഭയങ്കര ഇഷ്ടമായിരുന്നു, സംസ്കൃതം. അപ്പം ഞാൻ 5th തൊട്ട് സാൻസ്ക്രിത് ആണ് പഠിച്ചത്. അപ്പൊ സാൻസ്ക്രിത് എന്നൊരു സബ്ജക്റ്റും ബയോളജിയും അത്ര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ആയുർവേദം എടുത്തത്. അപ്പൊ അതിനെ വിട്ടിട്ട് എനിക്ക് വേറൊരു കോഴ്സ്, വേറൊരു പ്രൊഫഷനിലേക്ക് പോകുമ്പോൾ അത് മിസ് ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ നോക്കി, ഒരു 20 days ഞാൻ നോക്കിയിട്ടുള്ളൂ. പക്ഷെ അത് പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും ജോബിലേക്ക് തന്നെ കയറി രണ്ടും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് ഇപ്പൊ. അപ്പൊ ഈ കുറെ സമയം വേണ്ടേ നമ്മൾ പാട്ടൊക്കെ എഴുതാൻ? നമ്മൾ കേട്ടിട്ടുള്ള അങ്ങനെയാണ്, പാട്ടൊക്കെ എഴുതാന്ന് പറയുമ്പോൾ അത് ഒരുപാട് സമയം എടുത്തത് അങ്ങനെ സമയത്തിൽ ഇരുന്ന് അതിലങ്ങ് സംഭവിച്ചു പോകുന്നതാണ്. അപ്പൊ ഡോക്ടർ എന്ന് പറയുമ്പോൾ വളരെ ഉത്തരവാദിത്തമുള്ള ഒരു ജോലി. അപ്പം അത് രണ്ടും കൂടെ കൊണ്ടുപോകാന്ന് പറയുന്നത് വലിയൊരു ഉത്തരവാദിത്തം തന്നെയല്ലേ? അതെ, നമ്മൾ അത്ര ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ അതിന് സമയം കണ്ടെത്തും. അപ്പൊ എനിക്ക് ചില പാട്ടുകൾ പെട്ടെന്ന് എഴുതാൻ പറ്റിയിട്ടുണ്ട്. അത് ഞാൻ വായിച്ചിട്ടുണ്ട്. 10 മിനിറ്റിലും 15 മിനിറ്റിലൊക്കെ എഴുതിയിട്ടുണ്ട്. അത് കാരണം അവർക്ക് അങ്ങനെ വേണമായിരുന്നു. അവരുടെ ഡിമാൻഡ് അങ്ങനെ ആയിരുന്നു. പെട്ടെന്ന് സംഭവിക്കേണ്ട ഒരു വർക്ക് എന്ന് പറഞ്ഞ് അവർ തരുമ്പോൾ നമുക്കില്ല, ഇപ്പൊ മൂടില്ല, നാളെ തരാം എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ വേഗം എഴുതി കൊടുക്കും. ഇപ്പൊ ഒരു പേഷ്യന്റ് കഴിഞ്ഞ് അടുത്ത പേഷ്യന്റ് വരുന്ന ഒരു ഗ്യാപ്പിലും എനിക്ക് എഴുതാൻ ഒരു സ്പേസ് കിട്ടാറുണ്ട് ക്ലിനിക്കിൽ. അപ്പൊ അങ്ങനെയൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഇഷ്ടമാണല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യുന്നതാ. പെട്ടെന്ന് വരികൾ മനസ്സിലേക്ക് വരും. ഞാൻ ഉണ്ടല്ലോ ട്യൂണ് കേട്ടോണ്ടാ എഴുതുന്നത്. ചിലർ നേരത്തെ ട്യൂൺ കേട്ട് പ്രോസസ്സ് ചെയ്ത് അതിനെപ്പറ്റി കുറെ ആലോചിച്ച് അങ്ങനെയൊക്കെ എഴുതുന്നവരുണ്ട്. എനിക്ക് പക്ഷെ എഴുതാൻ നേരം ആ ട്യൂൺ കേൾക്കാൻ ഇഷ്ടമുള്ളൂ. അപ്പൊ ഞാൻ അവർ പ്ലേ ചെയ്തോണ്ടാ എഴുതുന്നത്. അപ്പൊ നേരത്തെ ട്യൂൺ കേട്ട് പ്രിപ്പയർ ചെയ്യാതെ എഴുതാനിരിക്കുന്ന സമയത്താണ് ഞാൻ കേൾക്കുന്നത്. അപ്പൊ ഞാൻ അപ്പൊ തന്നെ കേട്ട് അപ്പൊ ഒരു വരി അടുത്ത വരി അങ്ങനെ എഴുതി വരുമ്പോ ഒരുപാട് സമയം എടുക്കാറില്ല. ഒരുപാട് വാക്കുകൾ ഉണ്ടാവും അല്ലെ മനസ്സില്? ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യല്ലേ, ഒരുപാട് വാക്കുകൾ വേണ്ടേ? മലയാളം നന്നായിട്ട് വായിക്കുമായിരുന്നേ. എൻ്റെ ലാംഗ്വേജ് മലയാളം ആയിരുന്നില്ല, സംസ്കൃതം ആയിരുന്നുകൊണ്ട് തന്നെ മലയാളം ബുക്സ് എനിക്ക് അപ്രാപ്യമായിരുന്നു. അതായത് വായിക്കാനൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ വീട്ടിൽ ഇഷ്ടംപോലെ ബുക്സ് ഉണ്ട്. അച്ഛൻ നല്ലോണം വായിക്കുമായിരുന്നു. അച്ഛനൊരു ലൈബ്രറി തന്നെ ഉണ്ട് വീട്ടിൽ. അപ്പം ഇപ്പൊ അച്ഛനിപ്പോ ഇല്ല, അച്ഛൻ മരിച്ചുപോയി. അപ്പൊ അച്ഛൻ്റെ ആ ഫുൾ ലൈബ്രറിയിലുള്ള ബുക്സ് ഒക്കെ ഞാൻ ചെറുതിലേ വായിക്കുമായിരുന്നു എന്നാണ് അമ്മയൊക്കെ പറയുന്നത്. അപ്പൊ നമുക്ക് കഠോപനിഷത്ത്, സോവിയറ്റ് ചെറുകഥകൾ, മറ്റേ അങ്ങനത്തെ വലിയ വലിയ ബുക്സ് ഒക്കെയാണ് വായിക്കാൻ കുഞ്ഞിലെ കിട്ടിയത്. അപ്പൊ വേറൊന്നും വായിക്കില്ലാത്തതുകൊണ്ട് ഞാൻ അത് തന്നെ വായിക്കും. അപ്പൊ നമുക്ക് ഈ വേർഡ്സ് അന്നോട്ടെ കുറച്ച് ഫാമിലിയർ ആണ്. കുറെ പദങ്ങൾ അറിയാം, പിന്നെ കുറെ ശ്ലോകങ്ങൾ അറിയായിരുന്നു. അപ്പോ അങ്ങനെ സംസ്കൃതം ഇഷ്ടമായി. അങ്ങനെ 5th തൊട്ട് സാൻസ്ക്രിത് പഠിച്ചു. അപ്പൊ ഈ വാക്കുകളുടെ വൊക്കാബുലറി നമുക്ക് അവിടെ നിന്നും കിട്ടുന്നുണ്ട്. അങ്ങനെ വേർഡ്സ് കുറച്ച് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. വൊക്കാബുലറി ഉണ്ടായെങ്കിൽ മാത്രമേ ഇത്ര എഴുതാൻ പറ്റുള്ളൂ എന്നാണ്. പദസമ്പത്ത് എന്നൊരു സാധനം ഉണ്ടല്ലോ, അത് നമുക്ക് വരണം എന്നുണ്ടെങ്കിൽ വായിക്കണം. ഇപ്പൊ വായനയൊക്കെ കുറവാ, പക്ഷെ അന്ന് നന്നായിട്ട് വായിക്കുമായിരുന്നു. ലൈബ്രറിയിലൊക്കെ പോയി 5 ബുക്കൊക്കെ എടുത്തിട്ട് വരും. ഞാനും എൻ്റെ 2 ചേച്ചിമാരുണ്ട്, നെയ്ബേഴ്സാ. അപ്പൊ ഞങ്ങൾ പോയി ബുക്സ് എടുത്തിട്ട് വന്ന് വായിക്കും. പിറ്റേ ദിവസം തിരിച്ചു കൊടുക്കും.
അങ്ങനെ വായിക്കും. വെക്കേഷനൊക്കെ ഒരു ദിവസം 3 ബുക്കൊക്കെ വായിക്കുമായിരുന്നു. അപ്പൊ അതിന്റെ ഇപ്പോഴാണ് എന്നെ അത് ഹെൽപ്പ് ചെയ്യുന്നത്. അന്നൊന്നും നമ്മൾ അത്രയും ചിന്തിച്ചിട്ടൊന്നും അല്ല വായിക്കുന്നത്. പക്ഷെ വായിച്ചതിന്റെയൊക്കെ ആയിരിക്കാം. കാരണം വേറെ ഒന്നും വായിക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ അച്ഛന്റെ ബുക്സ് ഒക്കെയാ വായിക്കുന്നത്. അപ്പൊ അതിന്റെ വേർഡ്സ് ഒക്കെ അത്രയും കട്ടിയുള്ള വേർഡ്സാ. നമുക്ക് അതിന്റെ അർത്ഥം അറിയണമെന്ന് തോന്നിയിട്ട് നമ്മൾ ശബ്ദധാരാവലി എടുത്ത് അർത്ഥം നോക്കും. അപ്പൊ അതിന്റെ മീനിങ് കിട്ടും. അപ്പൊ എന്തെങ്കിലുമൊക്കെ എഴുതുന്ന സമയത്ത് ഈ വേർഡ്സ് അങ്ങനെ യൂസ് ചെയ്യാമെന്ന് തോന്നുമല്ലോ. ഒരുപാട് പര്യായങ്ങളൊക്കെ അറിയായിരിക്കും അതുകൊണ്ട്. സംസ്കൃതത്തിൽ ഇത് തന്നെയാ, ഒരുപാട് പര്യായങ്ങളുണ്ട്. അപ്പൊ എഴുതുമ്പോ നമുക്കത് നല്ലതാ. ഈ വേർഡ് യൂസ് ചെയ്യേണ്ടടുത്ത് വേറൊരു വേർഡ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ വരികളിലും ചേഞ്ചസ് കൊണ്ടുവരാലോ. അതെ, മീറ്റർ അനുസരിച്ചല്ലേ നമ്മൾ പാട്ടുകൾ എഴുതുന്നത്. അപ്പൊ ആ സമയത്ത് ഒരു വേർഡിന് പകരം ഇപ്പൊ അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വേറൊരെണ്ണം എഴുതാൻ പറ്റുമല്ലോ. അപ്പം ഞാനത് ബോധപൂർവം ചെയ്യുന്നതല്ല. പക്ഷെ ആ സമയത്ത് നമുക്ക് വരുന്ന വാക്കുകൾ ഇങ്ങനെ ആയിരിക്കും. ഇപ്പൊ ചിലപ്പോൾ മരന്തരാഗം എന്ന് എഴുതിയപ്പോ എല്ലാരും ചോദിച്ചു ഇത് എവിടുന്ന ഈ വേർഡ്. അതായത് നമ്മൾ എവിടെയോ നമ്മുടെ തലയിൽ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. മ്യൂസിക്കലി കുറച്ച് വേർഡ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ അത് ഇവിടെ ബ്ലെൻഡ് ആയി പോകുന്നതാ. വേണമെന്ന് വെച്ചിട്ട് ചെയ്യുന്നതല്ല. പക്ഷെ അതങ്ങനെ എന്തോ ഭാഗ്യത്തിന് വന്നു. ഏത് ഭാഷയിലും ഈ കവിതകൾ എഴുതുന്നതാ അല്ലെങ്കിൽ പാട്ടുകൾ എഴുതുന്നതാ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത്? ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും വെറുതെ ഹൈക്കു പോലെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എൻ്റെ ഒരു സാറിനെ ഞാൻ കൊണ്ട് കാണിച്ചു. അപ്പൊ സാറ് പറഞ്ഞു മലയാളത്തിൽ അധികം കവിത എഴുതണ്ട, ഇംഗ്ലീഷാണ് നല്ലതെന്ന് പറഞ്ഞു. ഏത് പ്രായത്തിലാ? ഞാൻ 7th തൊട്ട് എഴുതും. 7th തൊട്ട് കവിത ഒക്കെ എഴുതും. പക്ഷെ കവിതാ രചനയ്ക്ക് പോവില്ല. ഒരു ബുക്കിൽ എഴുതി ഞാൻ മാത്രം ഇങ്ങനെ ഞാൻ മാത്രം സൂക്ഷിക്കും. എന്നിട്ട് കോളേജ് എന്തോ ആയപ്പോ ഞാനത് എനിക്ക് മാത്രം ഒരു കോപ്പി ആയിട്ട്, വാൽമീകം എന്നാണ് പേര്, മറ്റേ എന്തായിരുന്നു ആൻഹിൽ എന്നൊക്കെ പേരൊക്കെ കൊടുത്തിട്ട് ഞാൻ അത് അന്ന് നമ്മുടെ തോട്ട്സ് ഒക്കെ കുറച്ച് അങ്ങനെ ഒരു വാൽമീകമായിരുന്നു. അപ്പം അതിനുള്ളിലായിരുന്നു. അപ്പൊ അങ്ങനെ എഴുതിയപ്പോ എൻ്റെ ഒരു സീനിയർ ഡോക്ടർ ഉണ്ട്, ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന പണ്ട് തൊട്ട്, അനൂപ് എന്നാ പേര്, നാട്ടിലല്ല. അപ്പൊ ഡോക്ടർ ഞാൻ കൊണ്ട് കാണിച്ചിട്ട് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു മലയാളം നല്ല രസമുണ്ട്, ഇംഗ്ലീഷ് രസമുണ്ട്, പക്ഷെ ഇംഗ്ലീഷ് കുറച്ചും കൂടെ രസമുണ്ട്. അപ്പൊ അതിൽ ഫോക്കസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോഴാണ് ഒരാളെ ആദ്യമായിട്ട് കാണിക്കുന്നത്? സ്കൂളിൽ എന്റെ ട്യൂഷൻ സാർ ഉണ്ട്, ജിനു എന്ന് പറഞ്ഞിട്ട്. സാറെ ഞാൻ കാണിക്കുമായിരുന്നു. എന്ത് എഴുതിയാലും സാറെ കൊണ്ട് കാണിക്കും. അപ്പൊ സാറ് പറഞ്ഞു കോമ്പറ്റീഷൻ ഒക്കെ പോകണം, നന്നായിട്ട് നീ എഴുതുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ കോൺഫിഡൻസ് ഇല്ല, നമുക്ക് അന്നും കോൺഫിഡൻസ് ഇല്ല, ഇപ്പോഴും ടെൻഷനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു സാർ എനിക്ക് അത്രയ്ക്ക് കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ സാർ എന്തോ February 14th ലവ് ലെറ്റേഴ്സ് എഴുതുന്ന ഒരു കോമ്പറ്റീഷൻ വെച്ചു. അപ്പൊ അതിനും ഞങ്ങൾ എല്ലാവരും എഴുതുന്നുണ്ട്, പേരില്ലല്ലോ. അപ്പൊ സാർ ഇതിങ്ങനെ ഉറക്കെ വായിച്ചു, ഇത് ആരെ എഴുതിയെന്ന് ചോദിച്ചു. എന്നിട്ട് സാർ പറഞ്ഞു ഹരിതയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം പിന്നെ നമ്മൾ ഈ കോമ്പറ്റീഷനൊക്കെ പോകുമ്പോൾ സാറ് പറയും നിനക്ക് അതിലൊരു ഫ്യൂച്ചർ ഉണ്ട്, ലിറ്ററേച്ചർ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യും, വായിക്കുന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ വായിക്കുമായിരുന്നു. അപ്പൊ സാറെ കാണിക്കും, ഈ സാറിനെ കാണിക്കും, പിന്നെ എന്റെ സംസ്കൃതം ടീച്ചറെ കാണിക്കും, മലയാളം സാറിനെ കാണിക്കും. അപ്പൊ ഇവരെല്ലാരും ഭയങ്കര സപ്പോർട്ടീവാ. അപ്പൊ ഇവർക്കൊക്കെ ഞാൻ ലിറ്ററേച്ചർ എടുത്ത് പോകും എന്നൊക്കെ ആയിരുന്നു കരുതിയിരുന്നത്. പക്ഷെ ഞാൻ എങ്ങനെയോ ആയുർവേദം, എനിക്ക് ഇഷ്ടമായിരുന്നു മെഡിസിൻ. അപ്പൊ മെഡിസിനിൽ ആയുർവേദമായിരുന്നു. അങ്ങനെ എടുത്തപ്പോ ഇത് നമുക്ക് ആ ഒരു 5.5 കൊല്ലം ഇതൊന്നും ചെയ്യാനൊന്നും പറ്റില്ല, ഭയങ്കര പഠിക്കാൻ ഒരുപാടുണ്ടല്ലോ. അപ്പൊ അന്നൊന്നും എഴുതിയിട്ടില്ല. പക്ഷെ കോളേജ് മാഗസിനിലൊക്കെ എഴുതും. പിന്നെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും മാഗസിനിലൊക്കെ എന്തെങ്കിലും കൊടുക്കേണ്ടപ്പോ ഒക്കെ എഴുതാമോ എന്ന് ചോദിക്കും. അപ്പോഴാണ് എന്റെ ഫ്രണ്ട്സ് ഒക്കെ അറിഞ്ഞ് ഞാൻ എഴുതുന്നു. സ്കൂളിൽ നമ്മൾ ഭയങ്കര പുലിയൊക്കെ ആയിരുന്നു, പക്ഷെ കോളേജിൽ സമയമില്ല, നമുക്കൊരു താല്പര്യം തോന്നിയില്ല. അത്രയും പഠിക്കാനുണ്ട്, ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ എന്റെ ടീച്ചേഴ്സൊക്കെ പറയും ഇപ്പോഴാണ് ഞങ്ങൾക്ക് സന്തോഷമായത്, പഴയ ട്രാക്കിലേക്ക് വീണ്ടും വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ജേർണി ഭയങ്കര എന്താ പറയാ ഇങ്ങനെയായിരുന്നു, ഫ്ലക്ച്വേറ്റിംഗ് ആയിരുന്നു. ഇഷ്ടപ്പെട്ട ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാനും പറ്റുന്നുണ്ട്. അച്ഛനൊക്കെ ഞാൻ അങ്ങനെ ലിറ്ററേച്ചർ എടുത്ത് പോകും എന്നൊക്കെ ആയിരുന്നു. ഞാൻ ബൃഹത് നോവലൊക്കെ എഴുതും എന്നൊക്കെ ആയിരുന്നു വിചാരിച്ചിരുന്നത്. എന്നാൽ അങ്ങനെ വായിക്കുകയും എഴുതുകയും ചെയ്യായിരുന്നേ. ഇപ്പൊ കുറെ കാലമായിട്ട് അങ്ങനെ കഥകളൊന്നും എഴുതുന്നില്ല. കഥാരചന സ്റ്റോപ്പ് ചെയ്തു? എന്തോ താൽക്കാലികമായി സ്റ്റോപ്പ് ചെയ്തതല്ല, ഞാനിപ്പോ കവിത ഹൈക്കു പോലെ എഴുതി ഒരു ബുക്ക് ആക്കി എന്ന് പറഞ്ഞില്ലേ. അപ്പൊ എനിക്ക് അടുത്തൊരു ബുക്കും കൂടി ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെറുതെ എനിക്ക് മാത്രമാണ്, ആരും കാണിക്കില്ല, നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ എഴുതും. അതങ്ങനെ കോൺഫിഡൻസ് എന്ന് വെച്ചാൽ എന്റെ ഗുരുക്കന്മാരൊക്കെ ഭയങ്കര പദസമ്പത്തുള്ളവരും അത്രയും നോളജ് ഉള്ളവരും അല്ലേ. അപ്പൊ എനിക്ക് അവരെ കാണിക്കാൻ ഒരു കോൺഫിഡൻസ് ആവുന്ന സമയത്ത് ഞാൻ പബ്ലിഷ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ എന്തെല്ലാം പബ്ലിഷ് ചെയ്യോ? ഇതുവരെ ഇത് എന്റെ കോപ്പി അവിടെ ഇരിപ്പുണ്ട്, അത് പബ്ലിഷ് ചെയ്യില്ല. അടുത്തതിന് നാട്ടുകാരെ കാണിക്കേണ്ട കോപ്പി പബ്ലിഷ് ചെയ്യാം. ഞാൻ റഫീഖ് അഹമ്മദിനോടൊക്കെ ചോദിക്കാറുണ്ട്. റഫീഖ ഒക്കെ എന്റെ മെന്റർ പോലെയാ. അപ്പം ഞാനിങ്ങനെ എന്ത് എഴുതിയാലും റഫീഖ ഇത് വായിക്കബിൾ ആണോ എന്ന് ചോദിക്കാറുണ്ട്.
അപ്പൊ കുഴപ്പമില്ല, ധൈര്യമായിട്ട് എഴുതെന്ന് പറയും. പക്ഷെ നമുക്ക് അവരെ വെച്ചിട്ടൊക്കെ നമ്മളെ തന്നെ കമ്പയർ ചെയ്യുന്നതിന്റെ പ്രശ്നമാട്ടോ. എല്ലാവർക്കും അങ്ങനെ ധൈര്യക്കുറവൊന്നുമില്ലേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇവർക്ക് അവതാരിക എഴുതാനും മാത്രം നല്ല സാധനം ആയിരിക്കണം ഞാൻ എഴുതുന്നത് എന്നൊരു താല്പര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഇങ്ങനെ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ആ ഒരു തലമല്ല, അവര് കാണിക്കാറാകുമ്പോഴത്തേക്കും പബ്ലിഷ് ചെയ്യാം. ഏത് വിഷയത്തിൽ എഴുതാനായിരിക്കും പെട്ടെന്ന് എഴുതാൻ പറ്റുന്നത്? ഏത് വിഷയം? ഒരുപാട് വിഷയങ്ങൾ. ഇമോഷൻസിനെ പറ്റിയായിരിക്കും, മനുഷ്യവികാരങ്ങളെ പറ്റി തന്നെ ആയിരിക്കും. എൻ്റെ കവിതയും കഥയും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് പ്രൈസ് കിട്ടുന്നതും അങ്ങനത്തെ ജോണറിൽ എഴുതുമ്പോഴായിരുന്നു എനിക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാനും പറ്റും. നമ്മൾ ഒരുപാട് ചിന്തിക്കുന്നതുകൊണ്ട് ഭയങ്കര ഡെപ്തിലോട്ടൊക്കെ അങ്ങ് ചിന്തിച്ചങ്ങ് പോകും. അപ്പം ഒരാൾ എങ്ങനെയാ ചിന്തിക്കുക, നമ്മൾ എന്താ ചിന്തിക്കുക, അവരെന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്, അപ്പം നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ആ ചിന്തേനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന എന്നൊക്കെയുള്ള ഇത് വരില്ലേ. അപ്പൊ അതുകൊണ്ട് ചിന്തകളെ പറ്റിയും മനുഷ്യന്റെ ഉള്ളിലുള്ള കാര്യങ്ങളും ആയിരിക്കും. അപ്പൊ ഇപ്പം ഹരിത എഴുതുന്ന വരികള് വായിക്കുന്ന വേറൊരാള് ഹരിത വിചാരിക്കുന്ന അതേ അർത്ഥത്തിലായിരിക്കില്ല ചിലപ്പോ ഡീകോഡ് ചെയ്യാം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്? ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. ചിലര് പക്ഷെ ഒരു പാട്ട് കേട്ടിട്ട് ഇത് ഹരിതയാണോ എഴുതിയെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനത് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം ചില വേർഡ്സും ചില യൂസേജസും അവർക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ തന്നെ ആയിരിക്കും. പക്ഷെ ഞാൻ എഴുതാണോ എന്ന് ചോദിക്കുന്നത് എനിക്ക് ഭയങ്കര ക്രെഡിറ്റ് ആയിരുന്നു. കാരണം ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്തതല്ല. എങ്ങനെയോ അത് അങ്ങനെ വന്നു പോയതാ. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്കൊരു സിഗ്നേച്ചർ അങ്ങനെയൊന്നും അല്ല. ഞാൻ കുറച്ചും കൂടെ എന്താ പറയാ വേഴ്സറ്റൈൽ ആയിട്ട് എഴുതണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരാളാണ്. പക്ഷെ എങ്ങനെ എഴുതിയാലും ചില വേർഡ്സ് കേൾക്കുമ്പോൾ ഇത് നീ എഴുതുതാന്ന് മനസ്സിലാവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നല്ലതാണ്. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ വേഴ്സറ്റൈൽ ആവണം പാട്ടെഴുത്തില്. കഥയും കവിതയിലും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ പാട്ടെഴുത്തിൽ അങ്ങനെ ഒരു പ്രത്യേക ജോണറിലേക്ക് ബ്രേക്കപ്പ് സോങ്സ് എനിക്ക് തന്നെ വരാറുള്ളൂ, ലവ് സോങ്സ് എനിക്ക് തന്നെ വരാറുള്ളൂ. അപ്പം ഞാൻ പറയാം നിങ്ങൾ എനിക്ക് വേറെ എന്തെങ്കിലും കൂടെ അങ്ങനെ പറയാറുണ്ട്. പക്ഷെ നല്ലതാ, നമ്മുടെ ആ ഒരു സ്റ്റൈൽ അവർക്ക് ഇഷ്ടമാവുന്നതുകൊണ്ട് അങ്ങനത്തെ വർക്ക്സ് വരുന്നുണ്ട്. ചിലര് ഞാൻ ഉദ്ദേശിക്കാത്ത മീനിങ്ങിലേക്കൊക്കെ ചിന്തിച്ച് പോയിട്ട് ഇങ്ങനെയാണോ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചിന്തിച്ചോളൂ. അതാണ് അങ്ങനെ നമ്മൾ വിട്ടുകൊടുക്കും. കാരണം ഞാൻ എഴുതുമ്പം രണ്ട് പെർസ്പെക്റ്റീവിന് ചിലയിടത്ത് സാധ്യതയുണ്ട്. അത് ഞാൻ അങ്ങനെ തന്നെ വിടും. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു സോങ് എഴുതി, അതിനകത്ത് എന്റെ മനസ്സിലൊരു തോട്ട് ഉണ്ട്. പക്ഷെ എനിക്കറിയാം അത് വായിക്കുന്ന ഒരാൾക്ക് വേറൊരു തോട്ടും കൂടെ വരുമെന്ന്. അപ്പൊ അത് ഞാൻ ചേഞ്ച് ചെയ്യത്തില്ല. അത് അവരങ്ങനെ എടുത്തോട്ടെ, നിങ്ങൾ അങ്ങനെ കൺസീവ് ചെയ്തോളൂ, പക്ഷെ എനിക്കിതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയും. പിന്നെ നായകനും നായികയ്ക്കും വേറൊരു തോട്ടായിരിക്കും ഉണ്ടാവും. അപ്പൊ ഇത് 3 ഡയമെൻഷനിലും ഇത് ചിന്തിക്കുമ്പോ റിസൾട്ട് സെയിമാ. അതുകൊണ്ട് കുഴപ്പമില്ല. കൺവേ ചെയ്യുന്ന ആശയത്തിന്റെ ഡെപ്ത് സെയിമാ. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ വിടാറുണ്ട്. ഡെലിബറേറ്റ്ലി ചെയ്തിട്ടുമുണ്ട്. ഒരു ക്യൂരിയോസിറ്റിന്റെ ഓർത്ത് ചോദിക്കുകയാണെ, നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളത് ഇങ്ങനെ കാറ്റടിച്ച കവിത വരും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ദൂരേക്ക് നോക്കിയിരുന്ന ഏകാഗ്രതയോടെ ഇരുന്ന കവിത വരും, അങ്ങനെയൊക്കെ തന്നെയാണോ? ഏകാഗ്രതയിൽ കവിത വരും. എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന കവിത വരും. പക്ഷെ ഞാൻ വാഷ്റൂമിലൊക്കെ ഇരിക്കുമ്പോഴും ഒക്കെ എഴുതേണ്ടി വന്നിട്ടുണ്ട്. കാരണം നിവൃത്തികേട് കൊണ്ടാണ്. കാരണം നമ്മൾ എവിടെയാണെന്നൊന്നും അറിയില്ലല്ലോ വിളിക്കുന്നവർക്ക്. അപ്പൊ അവര് ഹരിത ഇന്നൊരു RRന്റെ കൂടെ ഒരു സോങ് വേണം, അപ്പം പെട്ടെന്ന് വേണം, സമയം ഒരുപാട് സമയം എടുക്കാതെ ഒന്ന് എഴുതി തരുമോ എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ എവിടെയാ എന്താന്നൊന്നും ഇവർക്ക് അറിയില്ലല്ലോ. പക്ഷെ അത് അങ്ങനെയാണ്, നമ്മളുടെ ജോലി അങ്ങനെ തന്നെയാ. അപ്പൊ ഞാൻ വാഷ്റൂമിലൊക്കെ ഇരുന്നിട്ടാണ് ആഡ്സ് ഒക്കെ എഴുതിയിട്ടുള്ളത്. പിന്നെ ഇപ്പൊ ഈ പ്രണയാരവം സോങ് ഇല്ലേ, സാഹസത്തില്, അതിപ്പോ അത്യാവശ്യം ട്രെൻഡിങ് ആവുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പൊ ഞങ്ങളിവിടെ സംസാരിക്കായിരുന്നു ബിബിനോടും നീതുഷയോടും. ഞാൻ പറയായിരുന്നു 1:43 എനിക്ക് സോങ് തന്നത്. അപ്പൊ 1:49 ഞാൻ നിങ്ങൾക്ക് എഴുതി തന്നു, ഇങ്ങനെ എന്നോട് ചെയ്യരുത്. കാരണം ഭയങ്കര സർഗവേദനയാണ്. അത്രയും നേരത്തെ ഒരു ക്രിയേറ്റീവ് പെയിൻ എന്ന് പറയുന്നത് നമുക്കത് കൊടുത്തേ പറ്റുള്ളൂ. അന്ന് ഈവനിങ് വേണം എന്നുള്ളതുകൊണ്ടേ അവർക്ക്. പക്ഷെ ആ കോൺഫിഡൻസ് ഉണ്ട് നമ്മളത് ചെയ്യുന്ന. പക്ഷെ നമുക്കത് കറക്റ്റായില്ലെങ്കിലോ എന്നൊരു വിഷമം വരുന്നതുകൊണ്ട് മാക്സിമം എഫേർട്ട് ആ ഒരു 5 മിനിറ്റിൽ ഇട്ട് എഴുതേണ്ടി വരാം. അപ്പൊ ഞാനത് എഴുതി അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു എന്ത് കറക്ഷനും സ്വീകരിക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ ബിബിന് ഭയങ്കര ഇഷ്ടമായി. ആ സൗണ്ടിങ് ഓക്കെയാണ്, അത് കറക്റ്റാന്ന് പറഞ്ഞ് അപ്പൊ തന്നെ ലോക്കായി. ഞാൻ പറഞ്ഞു അല്ല കറക്ഷൻ ഉണ്ട്. അപ്പൊ ഇല്ല വേർഡ്സ് ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞു വേർഡ്സ് ഓക്കെയാണ്, പക്ഷെ ഒന്നുകൂടെ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ കുറേ ഇരുന്ന് നമുക്ക് ഈ പെർഫെക്ഷനിസ്റ്റിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഒന്നും കൂടി ഉണ്ട്, അതും സമയമില്ലാത്ത സമയത്ത്. അപ്പൊ ഞാൻ അതും കൂടി ഇങ്ങനെ നോക്കിയിരുന്നപ്പോഴും പക്ഷെ കുഴപ്പമില്ല. പിന്നെ മനസ്സാരംഗം ഇവ പൂരകം യോജിതം വേറെന്തോ വലിയ കട്ടിയായിട്ടുള്ള വാക്കുകളാണ്. അത് സംസ്കൃതത്തില് കുറച്ച് വേർഡ്സ് അങ്ങനെയാ.
തന്നെയാ. പിന്നെ സൗണ്ടിങ് നോക്കുമ്പം അങ്ങനെയായിരുന്നു മീറ്ററും. അപ്പൊ അത് അങ്ങനെ തന്നെ എഴുതി കൊടുക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്വമാണല്ലോ. അത് ചെയ്തപ്പോ മനസാരംഗം ഇവ വരെ എനിക്ക് ഓക്കെയാണ്. യോജിതം വേണോ പൂരകം വേണോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ബിബിന് 3 ഓപ്ഷൻ അങ്ങ് വെച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും എടുത്തോ 3 മീനിങ് കറക്റ്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ബിബിൻ അത് പെട്ടെന്ന് ചെയ്ത് വർക്ക്. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു ഇത്രയും ആൾക്കാർക്ക് ആ പാട്ട് ഇഷ്ടമായപ്പോഴേ ഞാൻ ബിബിനോട് ഭയങ്കര താങ്ക്ഫുള്ളാ. നീതുഷ നന്നായിട്ട് പാടുകയും ചെയ്തു. പക്ഷെ ആ പാട്ട് 5 മിനിറ്റിൽ ഉണ്ടായ പാട്ടാണ് അത്. RRന്റെ കൂടെ നമ്മൾ ചെയ്തൊരു സോങ് എന്നേ ഉള്ളൂ, സോങ് ആയിട്ട് പോലും വന്നിട്ടില്ല. അപ്പൊ ആ പാട്ട് ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിങ് ആണ്, ഇൻസ്റ്റയില് ട്രെൻഡിങ്. അപ്പൊ ഭയങ്കര സന്തോഷം, പെട്ടെന്ന് എഴുതിയോണ്ട് അങ്ങനെ കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. സമയം എടുത്ത് എഴുതുന്നതൊന്നും ആരും അറിയണമില്ല. ചെറുതായിട്ട് അകം സോങ്ങും അങ്ങനെയായിരുന്നു, പെട്ടെന്ന് എഴുതിയതാ. കുറെ കാലമായിട്ട് സുധിപേട്ടൻ ഇങ്ങനെ എഴുതോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഡിലേ ചെയ്ത് വരുത്തി കുറെ ആയിട്ട് പെട്ടെന്ന് ഇപ്പൊ വേണം, വൈകിട്ട് സിംഗർ വരും. അതെന്റെ മിസ്റ്റേക്ക് ആയിരുന്നു കേട്ടോ. എനിക്ക് കുറേ സമയം തന്നു. എനിക്ക് ടൈം ആ സമയത്ത് എന്റെ മൂഡൊന്നും ശരിയല്ല. പിന്നെ അവരോട് ആ ഫ്രീഡം ഉണ്ടായിരുന്നു പറയാൻ. അപ്പൊ ഞാൻ ഒന്ന് ടൈം എടുത്തോട്ടേ ചോദിച്ചു. എന്നിട്ട് ആ ദിവസം ആ സിംഗർ വരുന്ന ദിവസം ഉണ്ടല്ലോ, സിംഗർ സുധിപേട്ടൻ തന്നെയാ, കോറസ് കുട്ടികളൊക്കെ വരുന്നത്. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു, സുധിപേട്ടാ ഞാൻ എഴുതുന്നില്ല, നിങ്ങൾ വേറൊരാൾക്ക് കൊടുക്കുവോ എന്ന് ചോദിച്ചിട്ട് വേറൊരാൾക്ക് കൊടുക്കാനിരുന്നിട്ട് ഒന്നും കൂടെ ഞാൻ നോക്കാന്ന് പറഞ്ഞിട്ട് ആ ഒരു 10-20 മിനിറ്റിൽ ഞാൻ ചെന്നൈയിലായിരുന്നു ആ സമയത്ത്. അപ്പൊ സുധിപേട്ടൻ നീ ഒന്ന് നോക്ക്, വേർക്ക് ആയില്ലെങ്കിൽ കുഴപ്പമില്ല പറഞ്ഞു. അപ്പൊ ഞാൻ ഒന്ന് എന്തെങ്കിലും ആട്ടെ എന്ന് വിചാരിച്ചിട്ട് എഴുതി കൊടുത്തതാണ് അകം. പക്ഷെ അകം എല്ലാവർക്കും ഇഷ്ടമായി. അപ്പൊ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് എഴുതി കഴിഞ്ഞാൽ ചിലപ്പോ ഇല്ല സ്ട്രാറ്റജി അല്ലത്, അത് നമ്മുടെ നിവൃത്തിയുടെ തന്നെയാ. ഒരിക്കലും എനിക്ക് സമയം എടുത്ത് എഴുതുന്നത് ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനെ സംഭവിക്കുന്ന പാട്ടുകൾ കുറച്ച് നല്ലതാ. നമ്മൾ അത്രയും പെട്ടെന്ന് എഴുതുന്ന പാട്ടുകളായിരുന്നു അത്. ഇപ്പൊ തൊടാതെ എന്നുള്ള സോങ് ഉണ്ടല്ലോ എന്റെ നാരായണിക്കല്, അതിലും ഷോർട്ട് ഫിലിം, അത് എന്റെ ഫസ്റ്റ് വർക്ക് ഇറങ്ങിയത്. അതും പെട്ടെന്ന് എഴുതിയതാ. അപ്പൊ എന്നോട് വർഷമൊക്കെ പറയും, നീ പെട്ടെന്ന് എഴുതിയാൽ മതി, സമയം എടുക്കുമ്പോൾ ഒരുപാട് ആലോചിച്ചിട്ട് ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആവും. ഇത് പെട്ടെന്ന് കൊടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു അത്രയും ടൈമിനുള്ളിൽ നമ്മൾ നമ്മുടെ മാക്സിമം കഴിവ് അവിടെ പുറത്തെടുക്കും. അങ്ങനെ ചെയ്യാൻ പറയും. സമയം എടുത്തെഴുതിയ പാട്ടുകൾ ചിലപ്പോ പിന്നീട് അങ്ങനെ സംഭവിക്കാറുണ്ടാകുമായിരിക്കും. കാലം തെറ്റി ഇറങ്ങിയ വരികൾ എന്നൊക്കെ. എനിക്കിഷ്ടമുള്ള കുറെ പാട്ടുകളൊക്കെ ഞാൻ ലിറിസിസ്റ്റുകളോട് ചോദിക്കുമ്പോൾ അവര് നല്ല സമയം എടുത്ത് എഴുതിയതാ. അപ്പൊ എനിക്ക് വിഷമാവും, ഞാൻ കുറച്ചും കൂടെ സമയം എടുത്ത് എഴുതിയാൽ കുറച്ചും കൂടെ ബെറ്റർ ആവുമായിരിക്കും എന്നൊക്കെ തോന്നും. പിന്നെ ചിലയിടത്ത് നമുക്ക് ചില വാക്കുകൾ വേണമെന്ന് തോന്നും. ആ വേർഡ്സ് ചിലപ്പോൾ മ്യൂസീഷ്യനോ ഡയറക്ടർക്കോ സ്ക്രിപ്റ്റ് റൈറ്റർക്കോ ഇഷ്ടമാവണമെന്നില്ല. അപ്പൊ നമ്മളൊന്ന് ചേട്ടാ ആ വേർഡ് നല്ലതായിരുന്നു, അത് മാറ്റല്ലേ എന്ന് പറയും. പക്ഷെ അവർക്ക് അത് ഒട്ടും കമ്മ്യൂണിക്കേറ്റ് ആവുന്നില്ല എന്ന് പറയുമ്പോ ഞാൻ കഴിഞ്ഞ ദിവസം പാടി മേവുകിൽ എന്ന് എഴുതി. അപ്പൊ മേവുകിൽ അതായത് ഒരു എന്താ പറയാ വിങ്ങുക എന്നൊരു മീനിങ്, കുറെ മീനിങ് ഉണ്ട് മേവുകിലിന്. അപ്പൊ ഞാൻ അവിടെ ഉദ്ദേശിച്ചത് യോജിപ്പിക്കുക, വിങ്ങുക ഏതായാലും കുഴപ്പമില്ല എന്നായിരുന്നു. അപ്പൊ അത് മ്യൂസിക് ഡയറക്ടർക്കും ഇഷ്ടമായില്ല, സ്ക്രിപ്റ്റ് റൈറ്റർക്കും ഇഷ്ടമായില്ല. അപ്പൊ അവര് പറഞ്ഞ് ആൾക്കാർക്ക് മനസ്സിലാവുന്ന പോലെ എഴുതി തരാമോ എന്ന് ചോദിച്ചു. ഞാനത് മാറ്റിക്കൊടുത്തു. അങ്ങനെയുണ്ട്. അങ്ങനെ പക്ഷെ എനിക്ക് തോന്നുന്നു അവര് പറയുന്നത് കറക്റ്റാ. നമ്മൾക്ക് ആസ് എ റൈറ്റർ തോന്നുന്ന പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് കൺവേ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് മാറ്റാൻ വിധേയരാകുന്നതാ നല്ലത്. ഫ്ലെക്സിബിൾ ആണ്. എന്റെ കവിതയിൽ എനിക്ക് എന്തും എഴുതാലോ. സിനിമാ പാട്ടില് ഒരു ഗാനത്തിൻ്റെതായിട്ടുള്ളൊരു ഗാനരചനയിൽ നമ്മൾ നന്നായിട്ട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് വേണം നമ്മൾ എഴുതാനെന്നാണ്. നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാൻ നമുക്ക് കവിതയുണ്ട്, കഥയുണ്ട്, എന്തെങ്കിലും എഴുതാം, നമ്മുടെ വർക്ക് ഉണ്ട്. ഇത് വേറൊരാൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വർക്ക് ആവുമ്പം നമ്മൾ അത്രയും അവർക്ക് വേണ്ടിയിട്ട് തന്നെ അത് കൊടുക്കണം. ഇപ്പൊ ക്ലയന്റിനനുസരിച്ച് നമ്മൾ ഫ്ലെക്സിബിൾ ആവണം, ഇല്ലെങ്കിൽ കാര്യമില്ല. ഇപ്പൊ സിനിമയിലേക്കൊക്കെ എഴുതുമ്പം ഇപ്പത്തെ ഒരു കാലഘട്ടത്തില് ഹുക്ക് ലൈൻസ് എഴുതാൻ വേണ്ടി നിർബന്ധിതമാകുന്നുണ്ടോ? എന്റെ ഹുക്ക് ലൈൻസ് തരുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ, അവരുടെ ഹുക്ക് ലൈൻസ് നല്ല ഹുക്ക് ലൈൻസ്. അപ്പൊ നമുക്ക് തന്നെ തോന്നും അതിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ചും കൂടി ഉയരണമെന്ന് തോന്നും. അല്ലെങ്കിൽ ലിറിക്സ് താഴെ നിൽക്കും, മ്യൂസിക് മേലെ നിൽക്കും. ഇത് രണ്ടും ഒന്നും ഈക്വൽ ആയിട്ട് നിൽക്കണമല്ലോ. അപ്പൊ എനിക്ക് ബേസിക്കലി അതിനോട് അത്രയും തന്നെ പോകുന്ന ഒരു ഹുക്ക് ലൈൻ വേണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ എഴുതാറ്. ഡിമാൻഡ് ചെയ്യാറില്ല അവര്. പക്ഷെ എന്നോട് ഈയിടെ ആരോ പറഞ്ഞു, കുറച്ചും കൂടെ പൊളിറ്റിക്കലി പിടിക്കാതെ കുറച്ചും കൂടെ ഒരു എന്താണ് കമേഴ്ഷ്യൽ കണ്ടന്റ് നോക്കിക്കോ ഹരിതാന്ന് പറഞ്ഞപ്പോ ഞാൻ ഓക്കെ എന്ന്. അതായത് നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ അതില് കവിതയാണ് നോക്കിയത്. പക്ഷെ സിനിമാ പാട്ടിൽ നമ്മൾ എപ്പോഴും കവിത കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. മറ്റേ സംഗീതത്തിൽ പറയുന്നു ശുദ്ധ സംഗീതം കൊണ്ടുവരാൻ എപ്പോഴും സിനിമാ പാട്ടുകൾ ബുദ്ധിമുട്ടാണെന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ട്രെൻഡിങ് ആവണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പറയാൻ കിട്ടുന്ന വാക്കുകൾ. അതെ. അങ്ങനെ അല്ലാതെ എഴുതിയ പാട്ടുകളും പക്ഷെ ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ട്.
എന്നാലും ഇവർക്ക് വായിക്കുമ്പോൾ അത് ഡിക്ഷണറി നോക്കാതെ അർത്ഥം മനസ്സിലാക്കണമെന്ന് ഒരു ഇതുണ്ടല്ലോ, ആൾക്കാർക്കുണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഭാഷയിൽ അതങ്ങനെ അല്ല എന്ന് പറയരുത്. കാരണം നമ്മൾ എന്തൊക്കെയാണെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് എഴുതുന്നത്. അപ്പൊ മ്യൂസിക് ഡയറക്ടർക്ക് ഓക്കെ ആവണം, വായിക്കുന്ന ഒരാൾക്ക് ഇഷ്ടമാവണം. നമുക്കും എഴുതി കഴിയുമ്പോൾ നമ്മുടെ വർക്ക് അല്ലെങ്കിൽ അവർക്ക് വിട്ടുകൊടുക്കാനുള്ള ഒരു വർക്കാണെന്ന് തോന്നണം. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെയൊക്കെ എൻ്റെ എന്താ പറയുക കഴിവിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കും. അതായത് നമ്മൾ ആ ഒരുപാട് വേർഡ്സിൽ കഴിവ് കാണിച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എഴുതി വരുമ്പോൾ സാറ്റിസ്ഫൈഡ് ആകുന്നത് ചില പർട്ടിക്കുലർ വേർഡ്സിലായിരിക്കും. അപ്പൊ അതിനെ കോംപ്രമൈസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും കോംപ്രമൈസ് ചെയ്യും. കാരണം ആൾക്കാർക്ക് ഇഷ്ടപ്പെടണമല്ലോ, മനസ്സിലാവണമല്ലോ എന്ന് കരുതിയിട്ട്. എല്ലാവരും ഇത് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. കാരണം എന്നോട് ചിലർ പറയും ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വർക്കും ഇല്ല, അതുകൊണ്ട് നീ അത് ചെയ്തോ എന്ന് പറയാറുണ്ട്. പക്ഷെ ചില വേർഡ്സ് നമുക്ക് അയ്യോ ഇത് നല്ലതായിരുന്നു എന്ന് തോന്നുന്നിടത്ത് ഞാൻ പറയാറുണ്ട്, അത് അവിടെ വെച്ചാൽ നല്ലതാണ്, നിങ്ങൾക്ക് ഒട്ടും ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ മാറ്റിക്കോ എന്ന് പറയും. അപ്പൊ അത് വെക്കുമ്പോൾ അതിന്റെ ബ്യൂട്ടി അവിടെ ഉണ്ട്. അവർ പറയുന്ന അനുസരിച്ച് നമ്മൾ മാറ്റുമ്പോൾ അതിന്റെ ബ്യൂട്ടിയും ഉണ്ട് കേട്ടോ. അത് എല്ലാരും കൂടെ ചേർന്ന് വരുന്ന ഒരു തീരുമാനത്തിൽ അത് കറക്റ്റ് ആവുന്നത്. ആരും അങ്ങനെ വാശിയൊന്നും പിടിക്കൊന്നുമില്ല. മ്യൂസിക് ഡയറക്ടറുടെ ഒരു സപ്പോർട്ട് വളരെ വലുതല്ലേ? അവരുമായിട്ടുള്ള ഒരു കോംബോ അല്ലേ ശരിക്കും ഒരു പാട്ട് വർക്ക് ചെയ്യുന്നത്? അതെ 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 അതെ. മ്യൂസിക് ഡയറക്ടർ പറയുന്നത് പോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും ഭയങ്കര സമാധാനമാണ്. അവരൊന്ന് കോംപ്രമൈസ് ചെയ്ത് അയ്യോ അവിടുത്തെ ആ പദം ഇങ്ങനെ ആക്കാമെന്നൊക്കെ നമുക്ക് വേണ്ടിയിട്ട് അവർ ട്യൂൺ മാറ്റുന്നതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് വിഷമമാണ്. അപ്പം ഞാൻ ശരിയാക്കി തരാം. ഞാനൊരു 3-4 ഓപ്ഷൻസ് ചെയ്തു. ഒരു വരിയിൽ തന്നെ 4 ഓപ്ഷൻസ് ഒക്കെ വെച്ച് കൊടുക്കും. അടുത്ത വരിയിലും അങ്ങനെ വയ്ക്കും. മീനിങ് എല്ലാത്തിനും ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. അപ്പം മ്യൂസിക് ഡയറക്ടറും നമ്മളും തമ്മിലുള്ള റാപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ കാണാതെ വർക്ക് ചെയ്ത മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്, ഓൺലൈനായിട്ട് മാത്രം. പക്ഷെ ജിബ്രൻ സാറും DSPയുടെ ഒക്കെ വർക്ക് ചെയ്തപ്പോൾ ഇവരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് പക്ഷെ അറിയാം ഇവരുടെ സൗണ്ടിങ് പാറ്റേൺ ഇതാണെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ അവർക്ക് ഇഷ്ടമുള്ള ഒരു സൗണ്ടിങ് തന്നെ എഴുതും. കാരണം മീനിങ് നമുക്ക് ഇഷ്ടമാവണം, സൗണ്ടിങ് അവർക്കും ഇഷ്ടമാവണം, രണ്ടും കൂടെ സെറ്റ് ആയോ നല്ല പാട്ട് ശരിയാവുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം അവരുടെ ആ ഒരു നമുക്ക് 2 കോളിൽ മനസ്സിലാകും ഇവർക്ക് എന്താ വേണ്ടതെന്ന്. ചിലർക്ക് ഭയങ്കര കവിത വേണം, ചിലർക്ക് സൗണ്ടിങ് മതി, ചിലർക്ക് കമേഴ്ഷ്യൽ കണ്ടന്റ് മതി, ചിലർക്ക് ഹുക്ക് ലൈൻസിൽ മെലഡിയിൽ ഒരു ഹൈ കിട്ടണം, ഒരു എന്താ പറയാ ഒരു ഹൈപ്പ് ഉണ്ടാവണം, അവിടെ ആൾക്കാർക്ക് ആ ഒരു ഇത് കിട്ടണം. അപ്പം അങ്ങനെ കോംപ്രമൈസ്. ഒരാളോട് 2ാമതും 3ാമതും ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക്കലി അറിയാം. ആദ്യമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്, മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. അതെ, അവരോട് സംസാരിക്കും ഞാനിങ്ങനെ കുറച്ച് ഏത് പെർസ്പെക്റ്റീവിലാണ്, അവരുടെ ചിന്ത എന്താണ്, അവർക്ക് എന്താ വേണ്ടത്, ആരോട് പറയുന്നതാണിത്, ആരുടെ പെർസ്പെക്റ്റീവിലാണ് ഈ സിനിമ നടക്കുന്നത് എന്നൊക്കെ ചോദിക്കും. നമുക്ക് കിട്ടാവുന്ന ഫുൾ സ്ക്രിപ്റ്റ് തരാറുണ്ട് ചിലര്. പക്ഷെ ഞാൻ ഫുൾ സ്ക്രിപ്റ്റ് വായിക്കാറില്ല. എനിക്ക് ആ സിറ്റുവേഷനും 1 ലൈനും ഈ സോങ്ങിന് മുൻപുള്ള സിറ്റുവേഷനും സോങ് കഴിഞ്ഞുള്ള സിറ്റുവേഷനും അത്ര എനിക്ക് അറിയണം. പിന്നെ ഇത് ആരുടെ പെർസ്പെക്റ്റീവിലാണ് നടക്കുന്നതെന്ന് അറിയണം. ഇപ്പം ഒരു സിംഗർ ഈ പാടുന്ന ആളുടെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പം അത് നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പം ഏതോ ഒരു സോങ്ങില് കുറച്ച് ഡാർക്കായിരുന്നു, കുറച്ച് ബ്ലഡ് ഷെഡ് ഒക്കെ ഉള്ളൊരു പാട്ടാണ്. അപ്പൊ ഇത് ഒരു പെൺകുട്ടിയുടെ മനസ്സിൽ കൂടെയാണ് പോകുന്നത്. അപ്പം അവളുടെ വഴികൾ ഭയങ്കര ടഫായിരുന്നു. അപ്പൊ അതിനെ പറ്റിയൊക്കെ എഴുതിയപ്പം ഞാൻ ആക്ച്വലി ആ സമയത്ത് ഭയങ്കര ടഫായിട്ടുള്ളൊരു സ്പേസിൽ മെന്റലി അല്ല ഫിസിക്കലി ഞാൻ ഭയങ്കര സ്ട്രെയിൻ ചെയ്തൊരിടത്ത് പോയിക്കൊണ്ടിരിക്കുക, ട്രാവൽ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ എനിക്ക് ഭയങ്കര പെയിൻ അദ്ദേഹത്തൊക്കെ. ഈ കുട്ടി ഓൾമോസ്റ്റ് ആ രീതിയിലായിരുന്നു ആ സിനിമയിൽ. അപ്പൊ എനിക്ക് എഴുതിക്കൊണ്ടിരുന്നപ്പോ ഇത് കിട്ടി, ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. അപ്പൊ അത് ഞാൻ എഴുതി കൊടുത്തപ്പോൾ അവർ ഓക്കെ അടിച്ചു. എന്നിട്ട് എന്നോട് ചോദിച്ചു സ്ക്രിപ്റ്റ് നന്നായിട്ട് വായിച്ചിട്ടുണ്ടല്ലേ? ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചില്ല, 1 ലൈൻ ചോദിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ പക്ഷെ കറക്റ്റ് ആണല്ലോ. ഞാൻ പറഞ്ഞു എങ്ങനെയോ അതങ്ങനെ വന്നു പോയതാന്ന് പറഞ്ഞു. ഞാൻ വായിച്ചതേ ഇല്ല സ്ക്രിപ്റ്റ്, അവരെനിക്ക് അയച്ചു തന്നു. പക്ഷെ അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല. ഞാൻ 1 ലൈൻ ചോദിച്ച് മനസ്സിലാക്കി. പിന്നെ ബ്ലഡ് ഷെഡ് ഒക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അങ്ങനത്തെ ഒരു ഡാർക്ക് പടമായിരുന്നത്. അപ്പൊ അത് നന്നായിട്ട് വന്നു. അപ്പൊ ഞാൻ ആ വേദന അനുഭവിച്ചത് കൊണ്ട് അതാണോ ഇമോഷൻസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് എഴുതാൻ എളുപ്പം എന്ന് പറഞ്ഞാൽ? എനിക്ക് പൊതുവെ ഇമോഷൻസ് ആയിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ ആ കവിതയൊക്കെ എഴുതാൻ എളുപ്പം. അപ്പം പാട്ടിലോട്ട് വരുമ്പോഴും അവരുടെ മാനസികാവസ്ഥ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാണല്ലോ, അത് ഇമോട്ട് ചെയ്യാൻ എളുപ്പമാണല്ലോ. പിന്നെ ഒരുപാട് ചിന്തിച്ച് കൂട്ടുന്ന ആളായതുകൊണ്ട് അങ്ങനെ അതൊക്കെ ഇങ്ങനെ വെന്റ് ഔട്ട് ചെയ്യപ്പെടുകയും ചെയ്യും. നമ്മുടെ ചിന്തകൾ അവരുമായിട്ട് ബ്ലെൻഡ് ചെയ്തങ്ങ് പോകും. അപ്പൊ അസോസിയേറ്റ് ചെയ്യരുതെന്ന് പറയും, പക്ഷെ അസോസിയേറ്റ് ചെയ്യുന്നത് ചില സമയത്ത് ഹെൽപ്ഫുള്ളാണ്. എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ഇന്റർവ്യൂവിന് വരുമ്പം വരികളൊക്കെ പഠിച്ച് അത് പറഞ്ഞു കേൾപ്പിച്ച് ഇംപ്രസ് ചെയ്ത് അതിന്റെ അർത്ഥം അങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കാനൊക്കെ ആയിരുന്നു എന്റെ പ്ലാൻ. പക്ഷെ വരികളൊക്കെ വളരെ നീണ്ട കട്ടിയുള്ള വാക്കുകൾ. പ്രത്യേകിച്ച് ആ സാഹസത്തിലെ പാട്ട് പ്രണയാരവാണോ, അത് സംസ്കൃതത്തിലാണ് എഴുതിയിട്ടുള്ളത്. അത് മധുരാനന്ദ, അത്
നമുക്കൊരു ഹാപ്പി മൊമെന്റിൽ തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ എഴുതാനാ പറഞ്ഞത്. അപ്പൊ സംസ്കൃതത്തിൽ വരുമ്പോ മീറ്ററിങ് അങ്ങനെയായിരുന്നു. മധുരാനന്ദ നയനാലിംഗ അല്ല, ഞാനും മറന്നു. ഇതെല്ലാം 4-5 മിനിറ്റിൽ എഴുതിയ പാട്ട്. അപ്പൊ ഈ ട്യൂൺ അപ്പഴല്ലേ കേൾക്കുന്നത്? ട്യൂൺ അപ്പോഴാ കേൾക്കുന്നത്. ഈ ട്യൂൺ അപ്പൊ ഇങ്ങനെ കേട്ടിട്ട് അപ്പൊ ഈ വരികളൊക്കെ അങ്ങനെ വരും. അങ്ങനെ വരും. അത് നമ്മൾ പണ്ടൊക്കെ വായിച്ചതിന്റെ ഒക്കെ ആയിരിക്കും. ചില വേർഡ്സ് ഒക്കെ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന വേർഡ്സ് ആയിരിക്കും. അതങ്ങനെ വന്നു പോയതാ. പിന്നെ അകത്തിലെ പാട്ട് വരികളും അത് ഒരേ മരന്തരാഗം എന്നല്ലേ, അപ്പം ആ വേർഡ്സ് ആയിരിക്കും. അത് ചിലർക്ക് മറന്നു പോവാറുണ്ട്. സുധിപേട്ടൻ തന്നെ ചോദിച്ചിട്ടുണ്ട്, മരന്തരാഗോ എന്തിനാ അങ്ങനെ എഴുതിയെന്ന്. അതായത് ഒരേ തേൻ നമുക്കൊരു മധുരാഗം എന്ന് എഴുതാൻ പറ്റില്ല, തേൻ രാഗം എന്ന് എഴുതാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഒരേ മരന്തരാഗമായിരുന്നു നമ്മങ്ങ് എഴുതി. പിന്നെ എനിക്ക് ആ ഒരു സിബ്ലിങ്സ് ആണ് അതിനകത്ത് കാണിച്ചേക്കുന്നത്. അപ്പം അവരുടെ ഒരു ഇമോഷനും കൺവേ ആവണം. ഇത് വേറൊരാള് കേൾക്കുമ്പോൾ ആ രണ്ടുപേര് തമ്മിലുള്ള ഒരു ഇമോഷൻസും ആവണം. അതാണ് ചരങ്ങളാകിലും പദങ്ങളാട് കയങ്ങളേറിലും വരങ്ങളാകിലും. അതായത് ഇവര് ഒരേപോലെ മറ്റേ വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്, ഒരേപോലെ സന്തോഷിച്ചിട്ടുണ്ട്. അപ്പം അത് എല്ലാവർക്കും ഒരേപോലെ കമ്മ്യൂണിക്കേറ്റ് ആവുന്ന പോലെ. പക്ഷെ കയങ്ങളും ചരങ്ങളും ഒക്കെ മനസ്സിലാവില്ലേ? അപ്പൊ അത് എല്ലാവർക്കും മനസ്സിലാവുന്നതിന്റെ ഓർത്ത് വെക്കാനുള്ള. അത് ശരിയാ. ചില വേർഡ്സ് കുറച്ച് ടഫ്. ഇപ്പൊ ഞാൻ കുറച്ചും കൂടെ സിമ്പിൾ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അച്ഛൻ, അമ്മ, എല്ലാ റിലേഷനിലും അത് സെറ്റ് ആവുന്നുണ്ട്. അപ്പൊ ഞാൻ അത് കൊള്ളാം. ഞാൻ എഴുതിയപ്പോ എനിക്ക് തോന്നി കയങ്ങളാകിലും അല്ല സോറി മറന്നുപോയി. അയ്യോ എനിക്ക് ഓർമ്മ വരുന്നില്ല. എന്തായാലും നിങ്ങളത് നോക്കിയിട്ട് കട്ട് ചെയ്തോട്ടോ. ട്രെൻഡിങ് എന്ന് കാണുമ്പോഴേ ഞാൻ പിന്നെ കേൾക്കില്ല. എനിക്കെന്തോ അത്ര അറ്റൻഷൻ കിട്ടണ്ട. ഞാനത് കേൾക്കില്ല. കൊളാബ് അക്സെപ്റ്റ് ചെയ്യും, പിന്നെ ഞാൻ അതിന്റെ വഴിക്ക് വിടും. അങ്ങനെ കേൾക്കില്ല. ചിലത് അത് ഒത്തിരി ട്രെൻഡിങ് ഒക്കെ ആയി കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ എപ്പോഴും പാട്ട് തന്നെ കേൾക്കുക. അപ്പൊ എനിക്ക് പിന്നീട് ഒരിക്കൽ കേൾക്കുമ്പോൾ ഭയങ്കര ഓവർവെൽമിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പൊ ഞാൻ കൊളാബ് അക്സെപ്റ്റ് ചെയ്തിട്ട് മ്യൂട്ട് ചെയ്യും. എപ്പോഴും കേൾക്കണ്ടല്ലോ. പ്രണയാരവ ഇപ്പൊ കേട്ട് നമുക്ക് മറ്റേ ഒരു വീഡിയോ ഇല്ലേ, മറ്റേ ഇതെടുത്തിട്ട് ഇങ്ങനെ അടിച്ചു പൊട്ടിക്കണ സീഡി. എനിക്കിപ്പോ അങ്ങനെ കഴിയോ ആ ട്രോളും കൂടി ഇനി ഇറങ്ങാൻ. എനിക്ക് ഓക്കെ ആവും. എനിക്ക് മൈൻഡ് ഓക്കെ അല്ലാത്തപ്പോ ഇരുന്നിട്ട് വെറുതെ കവിത എഴുതിയാൽ മതി. കവിത എഴുതിക്കൊണ്ടിരുന്ന് കുറെ കഴിയുമ്പോഴത്തേക്കും ഇതങ്ങ് ശരിയാവും. അപ്പം എന്റെ വെന്റിങ് ഔട്ടും കൂടിയാ പോയട്രി. പക്ഷെ പാട്ടെഴുതൽ പറ്റില്ല. അപ്പൊ ഞാനിപ്പോ ബ്ലോക്ക് വരുമ്പോ കവിത എഴുതും. കവിത എഴുതിയൊരു സമയമാവുമല്ലോ, രാവിലെ 6 മണിയൊക്കെ ആവും. അപ്പോഴാണ് പാട്ടിനെ പറ്റി ആലോചിച്ച് പാട്ട് എഴുതുന്നത്. അപ്പൊ ഒരു 7 മണിയാവും. അപ്പൊ അത് എഴുതി അയച്ചു കൊടുത്തിട്ട് പിന്നെ കിടന്നുറങ്ങും. ഇപ്പൊ പിന്നെ അതൊക്കെ ഒന്ന് മാറ്റി. അത് അത്രയും നൈറ്റ് ഒന്നും ഇരിക്കണത് ഇപ്പൊ ഹെൽത്തി അല്ല. ഇപ്പൊ കുറച്ച് പ്രായമായി വരുന്നതുകൊണ്ടായിരിക്കും. തുടങ്ങിയ സമയത്ത് ഞാൻ എന്റെ വർക്കിലല്ല, മറ്റുള്ളവരുടെ സോങ്സ് ഒക്കെ കാണുമ്പോൾ ഞാൻ കരുതും ആ വേർഡ് അവിടെ അങ്ങനെ പ്ലേസ് ചെയ്ത് അത് ഭംഗിയല്ലേ, പിന്നെ ഇവരെന്തിനാ ഇത് മാറ്റിക്കുന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മുടെ ഒരു അവസ്ഥ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, അല്ല അത് മാറ്റണം. മ്യൂസീഷ്യൻസിന്റെ ഫ്രീഡം ആണ് ആ വേർഡ്സ് അവിടെ അങ്ങനെ കൊടുക്കുക എന്നുള്ളത്. അപ്പൊ അവിടെ നമ്മൾ അഡമന്റ് ആയിട്ട് കാര്യമില്ല. നമ്മൾ മാറ്റിയത് തന്നെ നമ്മുടെ കഴിവ് പോലെ ഇരിക്കും. അത് എങ്ങനെ ബ്യൂട്ടിഫുള്ളി മാറ്റാമെന്നുള്ളത് മാറ്റാൻ ഭയങ്കര കഴിവ് വേണം. അത് ആ വേർഡ്സിനെ ഒന്നും പറ്റാതെ, വാക്കിനെ വേദനിപ്പിക്കാതെ മാറ്റണം. ആ ഇമോഷനും മാറരുത്, ആ ട്യൂണും മാറരുത്. അപ്പൊ അങ്ങനെ മാറ്റിയെങ്കിൽ ഭയങ്കര സ്കില്ല് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യുക. അപ്പൊ അത് ഒരു ചലഞ്ചാണ്. അതിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയാൽ പിന്നെ നമ്മൾ അതിനെ ഇഷ്ടപ്പെട്ടങ്ങ് ചെയ്യും. എന്നാ ഒരു ലിറിസിസ്റ്റ് എന്ന രീതിയിൽ ചോദിക്കുകയാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരുടെ വരികളാണ്? എനിക്ക് ONV സാറിന്റെയും പി ഭാസ്കരൻ മാഷിന്റെയും എപ്പോഴും കേൾക്കുന്നതും ONV സാറിന്റെ പാട്ടുകളാ. പിന്നെ അല്ല ഞാൻ പഴയ പാട്ടുകളാ കേൾക്കുന്ന. ഇപ്പൊ എന്താണ്, കാതിൽ തേൻമഴയായി എപ്പോഴും കേൾക്കുന്ന പാട്ടാണ്. വാതിൽ പഴുതിലൂടെ എപ്പോഴും കേൾക്കുന്നതാണ്. പിന്നെ പഴയ പാട്ടുകളെല്ലാം കേൾക്കും. സന്യാസിനി, ശരദിന്ദു, ഏതാണ് ഒരു പുഷ്പം എപ്പോഴും കേൾക്കും. അല്ല ഞാൻ കുറച്ചും കൂടെ പഴയത് കേൾക്കും. കേവലം മർത്തിയ ഭാഷ കേൾക്കാത്ത അതൊക്കെ കേൾക്കും. എനിക്ക് അത്രയും പഴയ പാട്ട്. എനിക്ക് പ്ലേലിസ്റ്റ് എന്റെ ഇൻസ്റ്റയിൽ ഞാൻ ഇടുന്ന ഫോട്ടോസിൽ എനിക്കൊരു പാട്ട് എന്റെ തലയിൽ കയറിയാ എനിക്ക് അപ്പൊ ആ പാട്ട് പ്ലേ ചെയ്യണം, എവിടെയെങ്കിലും ഇടണം. അപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് ആ പാട്ട് മ്യൂസിക് ആയിട്ട് ഇടും. ചില ഫോട്ടോസിൽ 1-2 പ്രാവശ്യം ഇതേ പാട്ട് വന്നിട്ടുണ്ടാവും. അപ്പം പക്ഷെ അത് ആ പാട്ട് കേൾക്കാനുള്ള ഇതുകൊണ്ടും എനിക്ക് ആ പാട്ട് എന്റെ ഫീൽഡിൽ വേണമെന്നുള്ളതുകൊണ്ടോ അത് ലിറിക്കലി ഇമ്പോർട്ടന്റ് ആയ സോങ്സ് ആയിരിക്കും. എനിക്ക് റഫീഖയുടെ തിരമാലയാണ് എന്നുള്ള സോങ് ഭയങ്കര ഇഷ്ടമാണ്, ബിജി സാർ കമ്പോസ് ചെയ്ത്. അപ്പൊ അത് ഞാൻ എന്റെ 3ാമത്തെ പോസ്റ്റിലാണ് 3 പ്രാവശ്യം പോയി ഇട്ടു. കാരണം എനിക്കത് ഇടയ്ക്കിടയ്ക്ക് ആ പാട്ട് ഇഷ്ടമാണ് കേൾക്കുന്നത്. അപ്പൊ അത് അങ്ങനെ പോസ്റ്റ് ചെയ്തപ്പോ എല്ലാരും ഇത് 3ാമത്തെ പ്രാവശ്യമാണ് നിന്റെ ഫീഡിൽ ഈ പാട്ട്. എനിക്ക് കേൾക്കാനാ. അപ്പൊ നീ എന്തിനാ നിനക്ക് കേൾക്കാൻ നിന്റെ ഫീഡിൽ തന്നെ ഇടുന്നതെന്നാ. അപ്പൊ എനിക്ക് അങ്ങനത്തെ ചില ഇതുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ അങ്ങ് പോസ്റ്റ് ചെയ്തു. അപ്പൊ കാണുന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കും, ബോറടി ആയിരിക്കും. അതൊന്നും എന്റെ ഇൻസ്റ്റയിൽ കാണുന്നവർ കണ്ടാ മതി. അങ്ങനെ ഒരു
പക്ഷെ ആക്ച്വലി നല്ല ആ ഒരു സമാധാനം ഭയങ്കര വലുതാ. ചില പാട്ടിന്റെ വരികളിൽ നമ്മൾ അങ്ങ് മുഴുകിയിരിക്കുക എന്നുള്ളത്. നമ്മുടെ മൂഡ് ചേഞ്ച് ചെയ്യാൻ ചില പാട്ടുകൾ എന്നെ സംബന്ധിച്ച് എന്റെ മൂഡ് ചേഞ്ച് ചെയ്യാൻ ആർട്ടിന് മാത്രമേ പറ്റിയിട്ടുള്ളൂ. വേറെ ഒരു മനുഷ്യർക്കോ ഒരു സിറ്റുവേഷനോ സാലറിക്കോ പേയ്മെന്റിനോ ഒന്നിനും പറ്റിയിട്ടില്ല. പേഴ്സണലി എന്നെ വേറൊന്നും എക്സൈറ്റ് ചെയ്യിക്കുകയില്ല. ഞാനിപ്പോൾ കഴിഞ്ഞൊരു 15 വർഷമായിട്ട് എനിക്ക് കിട്ടാത്ത എക്സൈറ്റ്മെന്റ് എനിക്കൊരു സോങ് എഴുതിയപ്പോൾ കിട്ടി. അപ്പൊ ഞാനിത് പറഞ്ഞു. അപ്പൊ എന്റെ ഫ്രണ്ട് അതെന്താ അങ്ങനെ? ഞാൻ പറഞ്ഞു എന്റെ ഒന്നും എക്സൈറ്റ് ചെയ്യിച്ചിട്ടൊന്നും ഇല്ല. ഞാൻ ഭയങ്കര ഓൾഡ് സോൾ ആയിരിക്കും. ചിലപ്പം കുറേ പണ്ടൊക്കെ കുറെ ജനിച്ച് മരിച്ച് ഇപ്പൊ പഴയ പ്രായമായ സോളായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു അവൾക്ക് കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ജീവിതത്തിൽ. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഭയങ്കര ആഗ്രഹങ്ങളൊന്നും ഇല്ല. എനിക്ക് കുറച്ച് പേരുടെ കൂടെ കുറച്ചുകൂടെ സംസാരിക്കണമെന്നൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പൊ നടക്കുന്നുണ്ട്. അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ മരിച്ചാലും ഞാൻ ഹാപ്പി ആയിരിക്കും. അങ്ങനെയാണ്. അപ്പം എന്നെ സംബന്ധിച്ച് എക്സൈറ്റ് ചെയ്യിക്കുന്നത് എപ്പോഴും ആർട്ടാണ്. ഇപ്പം ഒരാളുടെ അഭിനയം ഭയങ്കര നന്നായിട്ട് ഒരാൾ ആക്ട് ചെയ്യുന്നു, ഒരാൾ നന്നായിട്ട് പാടുന്നു, നന്നായിട്ടൊരു വരി എഴുതുന്നു, ഒരു നല്ല പാട്ട് കേൾക്കുന്നു, ഇതൊക്കെ മതി. ഇത്രയൊക്കെ മതി. അത് കേൾക്കുമ്പോൾ നമ്മൾ ഓക്കെ ആവുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇപ്പൊ എനിക്ക് എത്ര പേയ്മെന്റ് കിട്ടിയെന്ന് പറഞ്ഞാലും നമ്മൾ എത്ര ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയാലും, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഇല്ല ഞാൻ പറയണില്ല. പക്ഷെ എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്നത് കലയാണ്. പടം നല്ലതായിട്ട് പടം വരയ്ക്കണവരുണ്ട്. ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. ഒന്നും അറിയില്ല വരയ്ക്കാനൊന്നും, ഇങ്ങനെ ഇരിക്കും. അപ്പോൾ വായന, ചിലർ എഴുതിയേക്കുന്നത് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര. ഞാൻ ഇങ്ങനെ നിൽക്കും. അപ്പൊ എൻ്റെ ഫ്രണ്ട്സ് പോവാം എക്സിബിഷനൊക്കെ പോയിട്ട്. അപ്പൊ അവര് വേറൊരു ജോണറാണ്. അപ്പം ചിന്തിക്കുന്നത് വേറെ തലത്തിലാണ്. അപ്പൊ ഞാൻ കുറച്ച് വേറെ തലത്തിലാണ് ചിന്തിക്കുന്നത്. ചിന്തകളുടെ തലങ്ങളെ പറ്റിയാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒരുപാട് ചിന്തിക്കും. ചിന്തിച്ചിട്ടാണ് നമ്മുടെ ജോലിയും ചിന്തയാണല്ലോ. ഒരുപാട് ചിന്തിച്ചിട്ടാണല്ലോ എഴുതേണ്ടത്. അപ്പൊ ഈ ചിന്ത ഒരുപാട് ഉള്ളത് കൊണ്ട് എഴുതുമ്പോ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് നേരത്തെ ഞാൻ ചിന്തിച്ചൊരു സാധനമാണല്ലോ. ഞാനിങ്ങനെ മുറിവിൽ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും എഴുതുമ്പോഴോ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഗിറ്റാർ പഠിക്കുന്നുണ്ട്. അപ്പം ഇതിങ്ങനെ മീട്ടുന്ന സമയത്ത്, നമ്മളിങ്ങനെ സ്ട്രിങ്സ് ചെയ്യുന്ന സമയത്ത് ഒരു മുറിവിൽ തട്ടുന്ന ഒരു പെയിൻ വന്നു. എൻ്റെ കൈ ഒന്ന് മുറിഞ്ഞു. അപ്പം ഞാനത് പ്ലേ ചെയ്യുമ്പോൾ എനിക്ക് കയ്യിൽ പിന്നെ അത് മുറിവ് വന്നു. അപ്പൊ ആ മുറിവിൽ പിന്നെ വേദന വരുന്നു. അപ്പൊ ഞാനൊരു പാട്ട് എഴുതിയപ്പം ഓക്കെ, മുറിവിനരികെ ഉറയുന്ന നീ നോവ് മറുകിൽ അറിയാതെ ഉറയുന്ന പ്രേമമാണ് നീ എന്ന് എഴുതി. അതായത് നമ്മൾ അറിയാതെ എന്നും ഇത് തട്ടുന്നുണ്ട്. ഇതിങ്ങനെ തട്ടി പിന്നെ വേദനയാണ്. അപ്പൊ അങ്ങനെ സ്നേഹിച്ചു വന്ന രണ്ടുപേര് തമ്മിൽ പിരിയുമ്പോ ഇയാൾക്ക് ഈ മെമ്മറി ഇങ്ങനെ ആയിരിക്കുമല്ലോ എന്ന് അറിയാതെ തട്ടുമ്പോ വേദന, എല്ലാ ദിവസവും പിന്നെ വേദന വരുന്നു. അപ്പൊ അത് ഞാനങ്ങ് എഴുതി. അപ്പം എനിക്ക് മനസ്സിലായി ഇത് ഇങ്ങനെ എഴുതിയത് നന്നായി. അപ്പൊ ഞാൻ ഇങ്ങനെ മ്യൂസിക് ഡയറക്ടറെ കാണിച്ചു. അത് കൊള്ളാം എന്ന് പറഞ്ഞാൽ താങ്ക് യു, അനുഭവമാണോന്ന് ചോദിച്ചു. ഞാൻ നല്ല കൈ മുറിഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്തതാ. കൈ മുറിഞ്ഞിരുന്നപ്പം ഇത് വായിക്കുമ്പം എനിക്ക് പിന്നെ ഇവിടെ കൊള്ളുമ്പോൾ ആ വേദന ഞാൻ വീണ്ടും അനുഭവിക്കല്ലേ. ഇതുപോലെയാണ് എല്ലാ ദിവസവും പതിവായിട്ട് ഈ വേദന. ഇയാൾ ഈ കുട്ടീനെ കാണുന്നു, അല്ലെങ്കിൽ ഈ കുട്ടി അയാളെ കാണുമ്പോൾ ഇവർക്ക് ഉണ്ടാവുന്ന ഒരു വേദന ഉണ്ടല്ലോ, അവർക്ക് ഒന്നിക്കാൻ പറ്റുന്നില്ല, പക്ഷെ എന്നും കാണും. അപ്പം ഈ പെയിൻ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ കമ്മ്യൂണിക്കബിൾ ആവണമല്ലോ. അപ്പൊ എഴുതിയപ്പം അതങ്ങ് തീർന്നു. അങ്ങനെ വെന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ഓരോ സിറ്റുവേഷൻ ആലോചിച്ച് വെച്ച് ഇങ്ങനെ ഒരു തീം വരുമ്പം അങ്ങനെയല്ല, ആ തീം വരുമ്പം നമ്മൾ ഇത് എങ്ങനെയോ ആലോചിക്കും, എത്തും. അപ്പൊ അത് പക്ഷെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കുറച്ചൊന്ന് ആലോചിക്കണം എന്നേ ഉള്ളൂ. ആ ട്യൂണിലേക്ക് കൊണ്ടുവരണമല്ലോ. ഞാൻ പെട്ടെന്ന് ഇത് എഴുതാം. അതായത് ഇയാൾ അനുഭവിക്കുന്ന വേദനയും ഞാൻ അനുഭവിച്ചതും, എന്റെ പെയിനും അയാൾ അനുഭവിക്കുന്ന പ്രണയത്തിന്റെ വേദനയും സിമിലർ ആണ്. അപ്പൊ ഇത് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നപ്പം കവിത ഉണ്ടായി. ആ കവിതയിൽ ഒരു സംഗീതം കൊണ്ടുവരാനായിരുന്നു ബുദ്ധിമുട്ട്. അത് നമ്മൾ കുറച്ച് ഇന്റലക്ച്വലി ആലോചിക്കണം. അതാണ് കുറച്ച് ഇന്റലക്ച്വൽ പരിപാടിയാ ഇത്. മറ്റേ ക്രിയേറ്റിവിറ്റി മാത്രമല്ല, പാട്ടെഴുത്ത് കുറച്ചുകൂടെ ഇന്റലക്ച്വൽ ആണ്. ഇന്റലിജന്റ് ആയിട്ട് കാര്യമില്ല. നമുക്ക് ഇതിവിടെ പറ്റില്ല, ഒരു വേർതിരിവുണ്ടാവും, വിവേചന ശക്തി ഉണ്ടാവണം. അപ്പൊ ഇതിവിടെ പറ്റുമോ ഇല്ലേ എന്നുള്ളതിലാണ് കാര്യം. മറ്റേ ഹരിയേട്ടൻ പണ്ട് ഇന്റർവ്യൂ പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻ ഓഫ് ആർട്ടാണ്, ആർട്ടല്ല. അപ്പൊ ഇതിവിടെ ഫിറ്റ് ആയില്ലെങ്കിൽ നമ്മൾ അതവിടെ ചെയ്യരുത്. ആപ്ലിക്കേഷൻ ഓഫ് ആർട്ടാണ്. ആർട്ട് വേറൊരു തലത്തിൽ നമുക്ക് കവിതയായിട്ടൊക്കെ എഴുതാം. പക്ഷെ ഇത് എഴുതുമ്പോൾ ഇവിടെ ഫിറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ആ പാട്ടിന്റെ കംപ്ലീറ്റ് അർത്ഥമേ മാറിപ്പോകും. അങ്ങനെ മാറിപ്പോകുന്ന ഒരിടത്ത് നമ്മുടെ ഈ തോട്ട് അവിടെ കറക്റ്റായിട്ട് ബ്ലെൻഡ് ആവുന്നില്ലല്ലോ. അപ്പൊ ആ ചിന്ത ഇവിടെ കൊണ്ടുവരണം. ഈ നായകന്റെയും നായികയുടെയും ചിന്ത ഇവിടെ കറക്റ്റായിട്ട് വരാൻ വേണം. ഇല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന വേറെ പോവും, ഇവര് ചിന്തിക്കുന്നത് വേറെ പോവും. അവരുടെ ചിന്ത കൊണ്ടുവരുന്നതിലാണ് അവരുടെ ചിന്ത നമ്മുടെ ചിന്തയുമായിട്ട് യോജിപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് പാട്ടെഴുത്ത്. അപ്പൊ കവിത
കവിതയാകുമ്പോ കുറച്ചും കൂടെ നമ്മുടെ ചിന്ത കവിതയാകുമ്പോൾ നമുക്ക് ഭയങ്കര സ്വാതന്ത്ര്യമുണ്ട്, എന്ത് വേണമെങ്കിലും എഴുതാം. അത് നമ്മളുടെ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് വിട്ട് തന്നിരിക്കുകയാണ്, അതാണ് മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്നത്. ഇത് അങ്ങനെയല്ലല്ലോ, ഇതൊരു സിനിമ ഡിമാൻഡ് ചെയ്യുന്ന സംഭവമാണ് നമ്മൾ വിട്ടുകൊടുക്കുന്നത്, അതിന്റെ വ്യത്യാസമുണ്ട്. അപ്പൊ കവിതയിൽ എടുക്കാവുന്ന ഒരു സ്വാതന്ത്ര്യം നമുക്ക് വേറെ ഒന്നിലും എടുക്കാൻ പറ്റില്ല. പിന്നെ കഥ എനിക്ക് ഇഷ്ടമുള്ളൊരു പ്ലോട്ട് ഞാൻ തന്നെ ചിന്തിച്ചിട്ടാണ് കഥകൾ കുറേ എഴുതിയിട്ടുണ്ട്. അമ്മ എടുത്തിട്ട് അമ്മയുടെ 10ാം ക്ലാസ്സിലെ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിലൊക്കെ ഇട്ടു കഴിഞ്ഞ ദിവസം. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതൊക്കെ എങ്ങനെയാ ലീക്കായത്. അമ്മയാണോ പ്രൊമോഷൻ? അമ്മ പ്രൊമോഷൻ അല്ല, അമ്മ ഇങ്ങനെ ഞാൻ ഒളിച്ചു വെക്കുന്ന ഡയറി കുറിപ്പുകൾ, ഒളിച്ചു വെക്കുന്ന കവിതകളൊക്കെ എടുത്തിട്ട് ഗ്രൂപ്പിലൊക്കെ ഇടും. അപ്പൊ ഇത് മോളെ കൊള്ളാം എന്ന് അമ്മയുടെ ബാച്ച്മേറ്റ്സ് പറയുമ്പോഴാ ഇതെങ്ങനെ നിങ്ങൾക്ക് കിട്ടിയത്, എന്റെ പേഴ്സണൽ സാധനമാണല്ലോ എന്ന് ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ കുറച്ച് കോഡായിട്ടൊക്കെ എഴുതുന്നത്, അമ്മയ്ക്ക് മനസ്സിലാവാത്ത പോലെയാണ്. പണ്ട് തൊട്ട് എഴുതിയ കവിതകളൊക്കെ എങ്ങനെ ഇരുന്ന് ഇനി നന്നായി കവിത എഴുതി അത് പബ്ലിഷ് ചെയ്യാനുള്ള കോൺഫിഡൻസ് പെട്ടെന്ന് തന്നെ ആവട്ടെ, പെട്ടെന്ന് പബ്ലിഷ് ചെയ്യാൻ വേണമെന്നാണ് പറ്റും. കോൺഫിഡൻസ് പെട്ടെന്ന് വന്ന് ഉടനെ തന്നെ വലിയൊരു കവിതാ സമാഹാരമൊക്കെ പബ്ലിഷ് ചെയ്യാൻ പറ്റട്ടെ. ഇനി ഒരുപാട് നല്ല നല്ല പാട്ടുകൾ എഴുതാൻ പറ്റട്ടെ എന്നൊക്കെ ആഗ്രഹിക്കുന്നു. താങ്ക് യു അപർണ്ണ.